ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ബാലേന്ദ്രനോട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടന് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് കടകളൊക്കെ തുറക്കാം എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എനിക്ക് പേടിയൊന്നുമില്ല, കാരണം ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞ് ഗോവർദ്ധൻ അലീനയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അലീന ഇങ്ങനെ ഒരു കോളനിയിൽ പോകുന്നത് ശരിയാണോ എന്ന്. ഈ വീട്ടിൽ ഒരു അംഗം എന്ന നിലയ്ക്ക് പോകുന്നത് ശരിയല്ലായിരിക്കാം, പക്ഷേ അവൾ ചാരിറ്റി ചെയ്ത് ജീവിച്ച പെൺകുട്ടിയാണ്. അവളെ അങ്ങനെയാണ് വളർത്തിയത്. അലീനയെയും ശരണയെയും തമ്മിലുള്ള ബന്ധം വെച്ച് രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ നോക്കിയാലോ എന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ, അങ്ങനെയുള്ള പൊട്ടത്തരമൊന്നും പറയല്ലേ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എനിക്കൊരു ആത്മാഭിമാനമുണ്ട്. ഞാൻ അവളോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവളുടെ മുന്നിൽ എനിക്ക് എന്ത് വില കിട്ടും എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ്. വൈജയെ കാണാൻ ശിവനും കമലയും വരുന്നുണ്ട്. പ്ലാസ്റ്റർ വെട്ടാറായില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് വൈജയന്തി പറയുന്നു. അപ്പോൾ അലീനയുടെ കാര്യം എന്തായി എന്ന് കമല ചോദിക്കുമ്പോൾ അവളുടെ കാര്യം ഏകദേശം തീരുമാനമായേനെ. കഷ്ടകാലത്തിന് ആ തീപ്പെട്ടി കത്തിയില്ല, അല്ലെങ്കിൽ അവളിപ്പോ തീർന്നേനെ എന്ന് കമല പറയുന്നുണ്ട്. ഇത് കേട്ട് ശിവൻ ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ശിവൻ ബാലേന്ദ്രനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ശരണയ്ക്ക് പണം കൊടുത്ത് കേസ് ഒതുക്കാൻ നോക്കിയാലോ എന്ന്. ആളൊന്നിന് 25 ലക്ഷം രൂപ വെച്ച് കൊടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ 1 കോടി രൂപയാവുമല്ലോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ആത്മാഭിമാനം എന്നൊരു സാധനമുണ്ട്, അതിൽ ക്രിമികീടമായി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രന് കൊല്ലപ്പള്ളിയിലേക്ക് വരുന്നതാണ്. അവിടെ ചെന്ന് മുത്തശ്ശിയോട് അദ്ദേഹം പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിഴച്ച് പ്രസവിച്ച ഒരു മകൾക്ക് കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അമ്മ പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരു കുടുംബം മൊത്തം എന്നെ ചതിക്കാൻ നിൽക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ തീച്ചൂളയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ മുത്തശ്ശി ആകെ തളർന്നു പോകുകയാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ്